ഹായ് 2022 മാർച്ച് മുതൽ നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് HST മാത്തമാറ്റിക്സ്. നമ്മൾ ഒരു സബ്ജക്റ്റ്, അതായത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സിംഗിൾ സബ്ജക്റ്റിൽ നമ്മളൊരു പ്രത്യേക ഫോക്കസ് കൊടുക്കുകയും അതിൽ നമ്മൾ ഡിഗ്രി എടുക്കുകയും നമ്മൾ പഠിച്ച സംഭവങ്ങൾ, അതായത് നമ്മൾ പഠിച്ച കൺസെപ്റ്റുകളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടെ നമ്മൾ ഈ ഒരു പരീക്ഷയെ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് അല്ലേ. നമ്മൾ HST മാത്തമാറ്റിക്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ കുട്ടികൾ, അതായത് ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികളെ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ പുതിയ തലങ്ങൾ എങ്ങനെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അത് നമ്മളുടെ മുമ്പിലേക്ക് തുറന്നു വരുന്ന ഒരു വലിയ എക്സാമാണ് HST മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതുവരെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ കൂടെ നമുക്ക് അറിയാം ഈ ഒരു വർഷം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്തൊരു വർഷം 2025 തുടക്കത്തിൽ തന്നെ നമുക്കിതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഇപ്പം പറ്റുകയാണെങ്കിൽ ഇപ്പം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എയ്സ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു HST മാത്തമാറ്റിക്സ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു HST മാത്തമാറ്റിക്സിൻ്റെ സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ സിലബസിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനു വേണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണ്. എന്നാലും ആദ്യമായിട്ട് എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസും സ്കെയിൽ ഓഫ് പേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നമുക്ക് ഒരു UG, അതായത് നമ്മുടെ ഡിഗ്രി BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ ആളുകൾക്ക്, അല്ലെങ്കിൽ അത് BSc മാത്തമാറ്റിക്സ് തന്നെ ആവണമെന്നില്ല, നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് അതിൻ്റെ PG ഉള്ള ആളുകൾക്കാണെങ്കിൽ കൂടെ, അതായത് PG ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് വേണ്ടത് ഡിഗ്രിയാണ്. അതായത് UG ഇൻ മാത്തമാറ്റിക്സ് ആയിരിക്കണം, അതായത് BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ ആളായിരിക്കണം. അതല്ലെങ്കിൽ PG മാത്സ് ഉള്ള ആളാണെങ്കിൽ അതായാലും നമുക്ക് കുഴപ്പമില്ല. അതായത് ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഒരുപോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് HST മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾ HSA എന്ന് മുൻകാലത്ത് നമ്മൾ വിളിച്ചിട്ടുള്ള HST മാത്തമാറ്റിക്സ്. ഇവിടെ നമുക്ക് ഡിഗ്രിയുടെ കൂടെ അല്ലെങ്കിൽ PGയുടെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് B.Ed. അതായത് നമുക്ക് 2 വർഷത്തെ B.Ed ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ക്രാക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ട ഒരു എക്സാമാണ്, നമ്മൾ B.Edന് കൂടെ നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും കേട്ടറ്റിൻ്റെ കാറ്റഗറി 3. ഇനി കേട്ടറ്റിൻ്റെ കാറ്റഗറി 3 എന്ന് പറയുന്നതും നമ്മൾ നേരത്തെ ഡിഗ്രി പറഞ്ഞതുപോലെ തന്നെ വളരെ മിനിമൽ ക്വാളിഫിക്കേഷനാണ്. ഇനി PG കഴിഞ്ഞ ആളുകളാണെങ്കിൽ ചിലപ്പോൾ സെറ്റുള്ള ആളുകളുണ്ടാവും, നെറ്റുള്ള ആളുകളുണ്ടാവും. ഇനി അതല്ല B.Ed കഴിഞ്ഞ് M.Edന് പോയ ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും കൂടെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് HSA മാത്തമാറ്റിക്സ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കവിടെ എന്തുമാത്രം മതി? നമുക്കൊരു ഡിഗ്രി പ്ലസ് B.Ed, അതിൻ്റെ കൂടെ കാറ്റഗറി 3. ഇനി ഇതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻസ് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ അഡ്ജോയിൻ്റ് ആയിട്ട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ, അതും നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്കെയിൽ ഓഫ് പേ ആണ് നമുക്ക് വരുന്നത്. 41,300 മുതൽ നമുക്കതിൻ്റെ ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മേ ബി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, അതായത് ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2030 കൂടി നമുക്ക് NEPയുടെ പരിഷ്കരണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ ഇതുവരെ വന്നിട്ടുള്ള നമ്മുടെ ഒരു ട്രഡീഷണൽ സിസ്റ്റം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ മാറുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സിസ്റ്റം മാറുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹൈസ്കൂൾ ലെവലിലുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ നിയമനങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഈ വരുന്ന HST അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്കതിൻ്റെ സിലബസ്, നമുക്ക് എങ്ങനെയാണ് എയ്സ് നിങ്ങൾക്ക് ഈ ഒരു HST സിലബസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ളൊരു സിലബസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് സിലബസിനെ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. നമുക്ക് പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. ഈ പാർട്ട് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു B.Ed കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവിടെ വരുന്നുണ്ടാവാം. പാർട്ട് A കംപ്ലീറ്റ്ലി നമുക്ക് നമുക്ക് ആ സിലബസ് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് B.Edന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാർട്ട് Aയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് പാർട്ട് Bയിൽ ഉൾപ്പെടുത്താം. ഈ പാർട്ട് A എന്ന് പറയുന്നത് എല്ലാവർക്കും, അതായത് നമ്മൾ B.Ed പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടാണ് ഈ ഒരു പാർട്ട് A സിലബസ് നമുക്ക് വരുന്നത്. അതായത് പാർട്ട് A സിലബസിനകത്ത് നമുക്ക് 3 മൊഡ്യൂളുകളാണുള്ളത്.
ഒന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻ്റ് ആണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്കുള്ളത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ് ആണ്. ഈ 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഈ 3 മൊഡ്യൂളുകളാണ് നമുക്ക് പാർട്ട് എയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പാർട്ട് എ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ B.Edനെ ആസ്പദമാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ട് എയിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ സിലബസിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെയാണ് പാർട്ട് ബി നമുക്ക് വരുന്നത്. പാർട്ട് ബിയിൽ നമുക്ക് വരുന്നത് ടോട്ടൽ 8 മൊഡ്യൂൾസുകളാണ് നമുക്ക് മാത്തമാറ്റിക്സിനകത്ത് വരുന്നത്. ഈ 8 മൊഡ്യൂളുകളും നമുക്ക് മാത്സും അതുപോലെ തന്നെ സ്റ്റാറ്റിയും രണ്ടും ഇൻക്ലൂഡഡ് ആയിക്കൊണ്ടുള്ള സിലബസാണ് നമുക്ക് മൊത്തം ഈ 8 മൊഡ്യൂളുകളിലായിട്ട് വരുന്നത്. അതായത് നമ്മൾ ഡിഗ്രി കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ BSc മാത്തമാറ്റിക്സിൻ്റെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്ന കോംപ്ലിമെൻ്ററിയിൽ ഒന്നായിരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 2 മൊഡ്യൂളുകളും ഉണ്ട്. ബാക്കിയുള്ള മൊഡ്യൂളുകളൊക്കെ നമുക്ക് +2 ലെവൽ, അതായത് നമ്മൾ ഈ HSA എന്ന് പറയുന്നത് നമ്മൾ ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹൈസ്കൂൾ ലെവലും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലും എല്ലാം നമ്മുടെ +2 ലെവലൊക്കെ സിലബസുകളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പാർട്ട് ബിയിലെ ഒന്നാമത്തെ മൊഡ്യൂൾ, 8 മൊഡ്യൂളുകളിൽ നിന്നും ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഒരു +1 +2 അതിൻ്റെ പോലെ തന്നെ നമുക്കൊരു 10th ലെവലിലുള്ള ടോപ്പിക്കുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് നമ്മൾ +1 ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ ഒരു കാര്യം നമുക്ക് ബേസിക് ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് ഒരുപാട് എക്സാമിന് ചോദിക്കുന്ന അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പോർഷൻ തന്നെയാണ് നമ്മുടെ ഈ സെറ്റ് തിയറി അതുപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കുകൾ നമ്മൾ നിർബന്ധമായിട്ടും, അത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് എക്സാമുകളാണെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരുന്നൊരു പോർഷനാണ് ഈ സെറ്റ് തിയറിയും അതുപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും. അത് നമുക്ക് മാത്സ് മാത്രമല്ല, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ HSST പോലെയുള്ള എക്സാമുകൾ എടുക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സെറ്റ് തിയറിയും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് തിയറി, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന, അതുപോലെ തന്നെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ +1 അല്ലെങ്കിൽ +2 നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ, നമ്മുടെ പാർട്ട് ബിയിലെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 10th ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മളൊരു ഹൈസ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ജോമെട്രികൾ, അതായത് ഡിഫറെൻറ്റ് ജോമെട്രീസ് ഉണ്ടാവും. ആ ജോമെട്രീസ് അതുപോലെ തന്നെ സോളിഡ്സ് എന്ന് പറയുന്ന, നമ്മൾ 10th നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയുണ്ട് സോളിഡ്സ്. നമ്മൾ കോണ്, സിലിണ്ടർ പോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ആ ടോപ്പിക്കുകളൊക്കെ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ട്, അതായത് ജോമെട്രിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പാരലോഗ്രാം, സർക്കിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് പ്യുവറായിട്ടും നമുക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ വരുന്നത് നമ്മുടെ ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള അതായത് ടോപ്പിക്കുകളാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ 10th ലെവലിലുള്ള ടോപ്പിക്കുകളും നമുക്ക് മൊഡ്യൂൾ 1 വരുന്നുണ്ട്. അവിടെ നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. സെറ്റ് തിയറി ആൻഡ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അത് വേറിട്ട് കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് രണ്ടും ഒരു ടോപ്പിക്കാണ്. അതായത് സെറ്റ് തിയറിയിൽ നിന്ന് തുടങ്ങി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു സിംഗിൾ ഒരു ചെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചാപ്റ്റേഴ്സാണ്. പിന്നെ നമുക്ക് വരുന്നത് ജോമെട്രി ആൻഡ് സോളിഡ്സും നമുക്ക് ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ട്രിഗണോമെട്രി. ഇവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ചുരുക്കമായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കേണ്ട. കാരണം നമുക്ക് ആകെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ ബാക്കി 3 ഞാനിവിടെ ക്ലാസിഫൈ ചെയ്ത 3 നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകളാണ്. പിന്നെ നമ്മൾ മൊഡ്യൂൾ 2 വരികയാണെങ്കിൽ അവിടെയും നമുക്ക് വരുന്നത് നമ്പർ തിയറി, അതായത് ഡിഗ്രി ലെവലിൽ നമ്മൾ നമ്പർ തിയറി പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഈ ഹയർ സെക്കൻഡറിയിലാണ് നമുക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് നമ്മൾ ഉണ്ടാവാം. അതായത് ഹയർ സെക്കൻഡറി ലെവലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്പർ തിയറിയുടെ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഈ ഡിവിസിബിലിറ്റി പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഹൈസ്കൂളിൽ പഠിച്ചു. അതിൻ്റെ ഒരു തിയററ്റിക്കൽ സൈഡ് നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്. കോൺക്രുവൻസിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഡിഗ്രി ലെവലിലാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നമ്പർ തിയറി എന്ന് മൊത്തത്തിൽ നമുക്ക് ആ ഒരു പാർട്ടിനെ നമുക്ക് നമ്പർ തിയറി എന്ന് വിളിക്കാം. ഈ നമ്പർ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നൊരു പോർഷൻ കൂടെയാണ് നമ്പർ തിയറി. എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് നമ്പർ തിയറി. പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ ഒരു +2 മുതൽ നമ്മൾ പഠിച്ചു വരുന്ന +2 ഡിഗ്രി സമയങ്ങളിൽ മൊത്തം നമ്മളിപ്പോൾ +2ലും ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെട്രിക്സ്. അതായത് മെട്രിക്സ്, ഡിറ്റർമിനൻസ്, അതിൻ്റെ പ്രോപ്പർട്ടികൾ, അതുപോലെ തന്നെ റാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ്,
പിന്നെ നമുക്കുണ്ടാവുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകളുണ്ട്. നമ്മൾ ഇപ്പോൾ +2 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ മാത്രമല്ല, അതിനുശേഷം നമ്മൾ കുറച്ച് സ്പെഷ്യൽ മെട്രിക്സുകൾ, ഇപ്പോൾ ഓർത്തോഗണൽ മെട്രിക്സ് പോലെ അല്ലെങ്കിൽ നമുക്കെന്താണ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സുകൾ പോലെയുള്ള ഡിഫറെൻറ്റ് മെട്രിക്സുകളും അതിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെട്രിക്സിൻ്റെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈഗൻ വാല്യൂ. പ്യുവർലി നമ്മൾ പറയുകയാണെങ്കിൽ പാർട്ട് ബിയിൽ നമ്മൾ നമ്പർ തിയറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മൊഡ്യൂളാണ്, അതിൻ്റെ ടോപ്പിക്കാണ് നമുക്ക് എവിടെ വരുന്നത്, മൊഡ്യൂൾ 2 നമുക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് രണ്ടായിട്ട് ഇപ്പോൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്പർ തിയറി എന്ന് പറയുന്നൊരു പാർട്ടും മെട്രിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പാർട്ടുമായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട മൊഡ്യൂളാണ്. ഇവിടെയാണ് നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ്റെ ലെവലുകളും നമുക്ക് കൂടുതലായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതിൽ മെയിനായിട്ടും നമുക്ക് പറയാനുള്ളത് കാൽക്കുലസ് ആണ് ഇതിനകത്ത് വരുന്നത്. കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വരുന്നത് നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും തുടങ്ങി, അല്ലെങ്കിൽ ലിമിറ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും തുടങ്ങി ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സുകളും നമുക്ക് ഇൻക്ലൂഡിങ് സെക്കൻഡ് ഡെറിവേറ്റീവ്സ് അടക്കം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടാവും. നമ്മൾ +2 നമ്മൾ ചാപ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ +1 നമുക്ക് ഉണ്ടായിരുന്നു ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഒരു പാഠം നമുക്ക് +2 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നു. ഈ 3 ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ +2 ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേഷനും അതിൻ്റെ ആപ്ലിക്കേഷനും നമുക്കതിനകത്ത് വരുന്നുണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കെന്താണ്, നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാൽക്കുലസിൻ്റെ പോർഷൻസ്, അതായത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും അതുപോലെ തന്നെ ഇൻ്റഗ്രേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഹയർ ഡയമെൻഷൻ ആയിരുന്നു സിംഗിൾ ഇൻ്റഗ്രലിൽ നിന്നും മാറിയിട്ട് ഡബിൾ ഇൻ്റഗ്രലും ട്രിപ്പിൾ ഇൻ്റഗ്രലൊക്കെ നമുക്കിതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് കാൽക്കുലസ്, അതായത് ഒറ്റ വാക്കിൽ നമുക്ക് വിളിക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് കാൽക്കുലസ് എന്ന് വിളിച്ചാൽ മതി. അതായത് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ വരുന്ന ഈ ഒരു ടോപ്പിക്ക് ഇതാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് വരുന്നതാണ് കോണിക് സെഷൻസ്, അതായത് പരാബോള, സർക്കിൾ, എലിപ്സ് പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വരുന്ന നമ്മുടെ കോണിക് സെഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും കൂടെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി നമ്മുടെ 4ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും നമുക്കുള്ളത് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അതായത് റിയൽ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് വരുമ്പം നമ്മുടെ റിയൽ അനാലിസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ, അതായത് പോയിന്റ് സെറ്റ് ഓഫ് ടോപ്പോളജി, എന്താണ് ഒരു ക്ലോസ്ഡ് സെറ്റ്, എന്താണ് ഒരു ഓപ്പൺ സെറ്റ്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് സെറ്റ് എന്താണ്, ലിമിറ്റ് പോയിന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പോയിന്റ് സെറ്റ് ഓഫ് ടോപ്പോളജിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയുള്ള ആ ഒരു റിയൽ അനാലിസിസിൻ്റെ ഒരു ബേസിക്സ് ആണ് നമുക്ക് ഇതിലൊരു ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നീട് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കൺസെപ്റ്റാണ് സീക്വൻസ് ആൻഡ് സീരീസ്. അതായത് സീക്വൻസ് എന്താണ്, സീരീസ് എന്താണ്, സീക്വൻസുകളുടെ കൺവേർജൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ സീരീസുകളുടെ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. റേഷ്യോ ടെസ്റ്റ് ഉണ്ട്, ഡി-അലംബർട്ട് റേഷ്യോ ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ എൻത്ത് റൂട്ട് ടെസ്റ്റുകളുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു സീരീസിന്, അതായത് സീക്വൻസ് ആൻഡ് സീരീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഞാൻ മുമ്പേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പറഞ്ഞതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ട് വരുന്ന എക്സാമുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു ഡിഗ്രി ലെവൽ മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് സീക്വൻസ് ആൻഡ് സീരീസിലും അതിൻ്റെ ടെസ്റ്റ് ഓഫ് കൺവേർജൻസും. അപ്പോൾ അതും നമുക്ക് ഈ ഒരു 4th മൊഡ്യൂളിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നീട് നമുക്ക് വരുന്നത് റൈമാൻ ഇൻ്റഗ്രേഷൻസ് വരുന്നുണ്ട്. അപ്പം ഇതോടുകൂടെ നമുക്ക് ആ റിയൽ അനാലിസിസിലുള്ള കൺസെപ്റ്റുകൾ നമുക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയാം. ബാക്കി നമ്മൾ എടുക്കുന്ന സമയത്ത് കോംപ്ലക്സ് അനാലിസിസിലുള്ള ടോപ്പിക്കുകളാണ്. അതായത് നമ്മൾ +2 പഠിച്ചിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്ന് തുടങ്ങി നമ്മൾ ഡിഗ്രിയിൽ വരുന്ന സമയത്ത് അവിടെയുള്ള കോംപ്ലക്സ് ഫങ്ഷൻസുകളും അതുപോലെ തന്നെ അനലിറ്റിക് ഫങ്ഷൻസ്, ടൈലർ ആൻഡ് ലോറൻസ് സീരീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് അനലിറ്റിക്സ് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് വരുന്നത്, ഈ ഒരു മൊഡ്യൂളിനകത്താണ് വരുന്നത്. അതായത് ഈ ഒരു മൊഡ്യൂളിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റിയൽ അനാലിസിസ് ആയിട്ടും മറ്റൊന്ന് എന്താണ്, നമുക്ക് കോംപ്ലക്സ് അനാലിസിസ് ആയിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പിന്നീട് നമുക്ക് വരുന്ന 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് എന്താണ്, +2 നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്ന ചാപ്റ്റർ, പക്ഷേ ഡിഗ്രിയിലേക്ക് എത്തിയ സമയത്ത് കുറച്ച് എന്താണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ്
പാർട്ടാണ് നമ്മുടെ ഈ ഒരു 5ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. അതായത് വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ വെക്റ്റർ കാൽക്കുലസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്കായിരിക്കും. അതായത് വെക്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ വെക്റ്റേഴ്സിൻ്റെ അഡീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സുകളുടെ പ്രോപ്പർട്ടീസ് നമുക്ക് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെക്റ്റർ ഇൻ്റഗ്രേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം പോലെയുള്ള തിയറംസ് ഒക്കെ നമുക്ക് ഇതിനകത്താണ് വരുന്നത്. അതായത് ആ ഒരു സമയത്ത് ഈ ലൈൻ ഇൻ്റഗ്രൽ പോലെയുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു വെക്റ്റർ കാൽക്കുലസ് അല്ലെങ്കിൽ ഈ ഒരു 5ാമത്തെ മൊഡ്യൂളിനകത്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വെക്റ്റേഴ്സ് ഡിഫറൻസിയേഷൻ, അതിൻ്റെ ഇൻ്റഗ്രേഷൻ, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഡിഗ്രി സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള വെക്റ്റർ കാൽക്കുലസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സിലബസ് വരുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് വരുമ്പം അതും നമുക്ക് എന്താണ് കുറച്ചും കൂടെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്, അതിൽ 2 ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉണ്ട്. ഒരു ഫസ്റ്റ് ഓർഡർ ODE, സെക്കൻഡ് ഓർഡർ ODE, ഇങ്ങനെ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ഫസ്റ്റ് ഓർഡർ ODEയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ODE ഉണ്ട് അല്ലേ. ഇപ്പോൾ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഉണ്ട്, അതുപോലെ തന്നെ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്കൻഡ് ഓർഡർ ODE നമുക്ക് വരുന്നുണ്ട്. സെക്കൻഡ് ഓർഡർ ODEയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സെക്കൻഡ് ഓർഡർ ODE സോൾവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഹോമോജീനിയസ് ആയിട്ടും നോൺ ഹോമോജീനിയസ് ആയിട്ടുള്ള മെത്തേഡുകൾ നമുക്കുണ്ട്. ഇപ്പോൾ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് പോലെയുള്ള നോൺ ഹോമോജീനിയസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുമ്പം നമുക്കവിടെ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ODE നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, സെക്കൻഡ് ഓർഡർ ODE നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ അതിൻ്റെ മെത്തേഡുകളാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മെയിനായിട്ടും നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി 6ാമത്തെ മൊഡ്യൂളിൽ 6, 7, 8 ഈ 3 മൊഡ്യൂളുകൾ നമുക്ക് വരുന്നത് പ്യുവർലി സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ്ഡ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മുതൽ നമ്മളിപ്പം 10th നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേരിൽ നമ്മൾ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡാറ്റകൾ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഡാറ്റ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ ടാബുലാർ ആണെങ്കിലും അല്ലാതെയൊക്കെ നമുക്ക് ഡാറ്റാസിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയഗ്രംസ്, അതുപോലെ തന്നെ ഗ്രാഫുകൾ, ഇപ്പം നമുക്ക് ഈ പൈ ചാർട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെയുള്ള ഗ്രാഫുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡാറ്റ റെപ്രസെൻറ്റേഷനകത്ത് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മീൻ, മോഡ്, മീഡിയൻ, റേഞ്ച് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയാണ് വരുന്നത്, ഈ ഒരു ഫസ്റ്റ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ് ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നീട് നമുക്ക് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ്, പിന്നെ മെയിനായിട്ടും നമ്മൾ മാത്സുകാരും സ്റ്റാറ്റിസ്റ്റിക്സുകാരും ഒരുപോലെ യൂസ് ചെയ്യുന്ന പ്രോബബിലിറ്റി, അതും നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്താണ് വരുന്നത്. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ, മാക്സിമാറ്റിക് പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് വരുന്നത് 7ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഹയർ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് റാൻഡം വേരിയബിൾ, അതുപോലെ തന്നെ നമുക്ക് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 7th വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ നമ്മളവിടെ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മീൻ ഡീവിയേഷനിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ കൂടെ തന്നെ ചേർക്കാൻ പറ്റുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമുക്ക് ഈ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻസും സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ. അതിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ് കോറിലേഷനും റിഗ്രഷനും. അപ്പോൾ കോറിലേഷൻ റിഗ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ കർവ് ഫിറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കും. ഇത്രയും, അതായത് നമുക്കൊരു ഡിഗ്രി നമ്മളൊരു ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇയറിൽ കുറച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 7 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി നമ്മൾ മൊഡ്യൂൾ 8 വരുമ്പം അത് കംപ്ലീറ്റ്ലി നമുക്ക് എന്താണ് പ്യുവർ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ, അതായത് മാത്സിൽ നമ്മൾ ഒരു സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് സാമ്പിളിംഗ് മെത്തേഡുകൾ, അതായത് റാൻഡം സാമ്പിളിംഗ് മെത്തേഡുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ടോപ്പിക്കുകളും കൂടെ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ടുള്ള ഒരു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. അതായത് നമുക്കിങ്ങനെ 3 പേരിൽ വിളിക്കാമെങ്കിലും ഇത്രയും ഡിസ്ട്രിബ്യൂഷൻസും ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസും ഒക്കെ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് നമുക്ക് വരുന്നൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 8. അതുപോലെ തന്നെ മൊഡ്യൂൾ 7 നമുക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ വരുന്നത് കൊണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലെങ്തി മൊഡ്യൂൾ ആയിരിക്കും. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ എന്താണ് ഈ ഒരു HST മാത്തമാറ്റിക്സിന് വേണ്ടി മാത്സിന് കാണുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടെ നമ്മൾ കാണേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ 8 മൊഡ്യൂളുകൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു 8 മൊഡ്യൂളുകളിൽ 5 മൊഡ്യൂളുകളും എന്താണ് നമുക്ക്
മാത്തമാറ്റിക്സ് ആണ്, ബാക്കിയുള്ള 3 മൊഡ്യൂളുകൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൻ്റെ കാരണം നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഡിഗ്രി BEd ആയതുകൊണ്ട് അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്സിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് HST മാത്തമാറ്റിക്സിൻ്റെ സിലബസ് നമുക്ക് വരുന്നത്. 8 മൊഡ്യൂളുകളിലായിട്ട് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള പാർട്ട് B മൊഡ്യൂൾ, അതായത് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ സിലബസ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പാർട്ട് എയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ സിലബസ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ, അതായത് ഒട്ടും ലേറ്റ് ആവാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് എയ്സ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ മുൻ വർഷത്തെ റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 റാങ്കിൽ തന്നെ നമുക്ക് എയ്സ് മികച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാവാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ആദ്യ 10ൽ ഇത്രയും റിസൾട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ എയ്സിലുള്ള സൗകര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ലൈബ്രറി ഫെസിലിറ്റി തന്നെ നമുക്ക് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അതായത് ലൈബ്രറി എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്സ് മാത്രമല്ല, അവിടെ നമുക്ക് റീഡിങ്ങും കൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റീഡിംഗ് റൂം ഫെസിലിറ്റിയും കൂടെ നമുക്ക് എയ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈബ്രറി റീഡിംഗ് റൂം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓഫ്ലൈനായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഓൺലൈൻ ഫെസിലിറ്റി കൂടെ നമുക്ക് എയ്സ് ആപ്പ് അല്ലെങ്കിൽ എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയ്സ് ആപ്പ് എന്ന് പറയുന്ന ആപ്പിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു HSTയുടെ ക്ലാസ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആർക്ക് വേണമെങ്കിലും നമുക്ക് ഏത് മോഡ് ചൂസ് ചെയ്യുന്ന ആളുകൾക്കും ഒരേപോലെ ചൂസ് ചെയ്യാം നമുക്ക് എയ്സ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു PSC എക്സാമുകളിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ മെയിനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം അതിൻ്റെ OMR പരീക്ഷയുടെ ഒരു പാറ്റേൺ ആയിരിക്കും. നമുക്ക് PSC എക്സാമിന് ചോദിക്കുന്ന അതേ പാറ്റേണിൽ, അതേ സ്ട്രക്ചറിൽ, അതേ മോഡലാണ് നമ്മൾ എയ്സിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന OMR ടെസ്റ്റുകൾ നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടില്ല. നമുക്ക് HST മാത്തമാറ്റിക്സിന് നിങ്ങൾ കോച്ചിങ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ മറ്റൊരിടം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് എയ്സ്. അപ്പോൾ എയ്സിലെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യ ചവിട്ടുപടി എന്നുള്ളതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എയ്സിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ നമുക്ക് 2 ക്ലാസ്സുകളും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ, അതായത് മാക്സിമം നേരത്തെ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ് എയ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. താങ്ക്